അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇന്ന് പിസ്സയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് പിസ്സ ഡൗ ഒന്നും തയ്യാറാക്കാതെ തന്നെ ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിന്ന് ഈ പിസ്സ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കൻ ഇതേപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് സ്ക്വയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ പീസുകൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു 3 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ആ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് ഓർഗാനോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പൂണിന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്പൂണിന് അതൊന്ന് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതൊന്ന് നമുക്കൊരു അടപ്പ് വെച്ച് മൂടി കൊടുക്കാം. അത് ഒരു വശം റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് മുരിഞ്ഞു പോയി. നമുക്ക് ഇത്രയും മുരിയേണ്ട. ഞാനിപ്പോൾ ഇവിടെ പിസ്സ സോസാണ് എടുത്തിരിക്കുന്നത്. പിസ്സ സോസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ചില്ലി സോസും ഒക്കെ ചേർത്ത് പെപ്പറൊക്കെ ചേർത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതെല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കുന്നത് പോലെ തന്നെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് കുറച്ച് ചീസാണ് ഇപ്പം കട്ട് ചെയ്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ. ഇപ്പം ഞാൻ സ്ലൈസ്ഡ് ചീസാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം.
കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ഓർഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ആ ചീസെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റോടുകൂടി